പ്രവാസികൾ നൽകുന്ന സമ്പത്തും സ്നേഹവും ഊർജവുമാണ് നമ്മളെ നിലനിർത്തുന്നതെന്ന് സംവിധായകൻ കമൽ. പ്രവാസി വ്യവസായിയും മതിലകം പുന്നക്ക ബസാർ സ്വദേശിയുമായ ബഷീർ ഞാറവീട്ടിൽ എഴുതിയ 15 കഥകളുടെ സമാഹാരമായ ജനാബ് മുക്രി സത്യൻ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കമൽ. ഹൃദയത്തിൽ കൊള്ളുന്നവയാണ് ബഷീറിന്റെ കഥകളെന്ന് കമൽ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഈ പുന്നക്കൊരു അടുന്നൊരു ചക്കും ഒരു അമ്മാമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചക്ക് ഇതിൻ്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ കല്ലെടുത്ത് വയ്ക്കും. ഇത് കള ചുറ്റുമുണ്ട്. അപ്പോൾ കല്ലെടുത്ത് വയ്ക്കും. കല്ലിൻ്റെ വെയിറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുട്ടികൾ എന്താ വെച്ചാൽ നേരത്തെ വീട്ടിലെ ഒരു കുട്ടികൾ ഈ കല്ലിന് പകരം വെയിറ്റിന് കുട്ടികളിരിക്കും തമാശ. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ കറങ്ങും. അതൊരു കളിയാണ്. അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഇല്ലാത്തൊരു കാലത്ത് ഇതൊരു കളി കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു പയ്യൻ ചിലപ്പോൾ ആത്മാവിഷ്കാരമാണ് കഥകളുടെ നായകൻ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആദ്യ രാത്രിയിൽ ഭാര്യയോട് പറയുന്ന ഒരു കഥയായിട്ടാണ് ഉള്ളത്. ഭാര്യ ചോദിക്കുകയാണ്, ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ കല്യാണത്തിന് മുമ്പ് ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത് ഒരു ആളെന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയുന്നത്. ഈ ചക്ക ഇതിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി അടുത്ത വീട്ടിലെ പെൺകുട്ടിയാണ്. അവർ തമ്മിലുള്ള ഒരു ടെൻഡർ പ്രണയത്തിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ രണ്ടുപേരും നിന്നിട്ട് വെയിറ്റ് പോരാണ്ടായി കഴിഞ്ഞപ്പോൾ നല്ല അമ്മ ഒരു വലിയ കല്ലെടുത്ത് വയ്ക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ എഴുതുന്നത്. അപ്പോൾ ഞാനിത് വായിച്ചു ഈ എണ്ണാട്ടുന്നതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് തൊട്ടറിഞ്ഞിട്ടുള്ള കുറേ മനുഷ്യരെ സന്ദർഭങ്ങളൊക്കെ കഥയായിരിക്കണം. അതിനകത്ത് വേറെ യാതൊന്നും കൂടി ആഡ് ചെയ്തിട്ടില്ല. സത്യസന്ധമായിട്ട് അനുഭവങ്ങളെ പൂർണ്ണതയോടെ ആവിഷ്കരിക്കുവാൻ എഴുത്തുകാരൻ ഭയപ്പെടുന്നതായി പുസ്തകം സ്വീകരിച്ച എഴുത്തുകാരനും നടനുമായ VK ശ്രീരാമൻ അഭിപ്രായപ്പെട്ടു. വായനക്കാരനെ ഒപ്പം കൊണ്ടുപോകാനുള്ള കഴിവാണ് എഴുത്തുകാരന് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മനസ്സിലാവുന്നില്ല മോനെ നീ പറയുന്നത്. എങ്ങനെ മേക്കപ്പ് ചെയ്യുന്നത് ഒരാളുടെ വേഷം എന്താണെന്ന് മനസ്സിലാക്കണം. അത് എന്തായാലും നീ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ ചുരുക്കത്തിലൊരു 10-30 വർഷമായി നിന്നെ കാണുന്ന സിനിമയിൽ ഇത്രയും കാലമായിട്ട് ഒരു ക്യാരക്ടറിന് മേക്കപ്പ് ചെയ്യുമ്പോൾ അയാളുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് മനസ്സിലാക്കണ്ടേ നീ. എന്നിട്ട് വേണ്ട മേക്കപ്പ് ചെയ്യാൻ പുറപ്പെടാം. അപ്പോൾ ഇതിൻ്റെ കഥ എന്താണ്, കാര്യങ്ങളെന്താണെന്ന് മനസ്സിലാക്കണ്ടേ. അപ്പം മോഹൻ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. പക്ഷെ അവിടെ ഹോട്ടലിൽ നിന്നിട്ട് ഒരാൾ നിന്റെ കഥ എഴുതുന്നുണ്ട്. അയാൾക്ക് നിന്റെ കഥ എന്താണെന്ന് അറിയില്ല. പിന്നെ എനിക്ക് നിന്റെ മേക്കപ്പിനെ പറ്റിയിട്ട് സംശയത്തിന് യാതൊരു കാര്യമില്ല. ശരിയാവേട്ടൻ വന്ന് മേക്കപ്പ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അതുപോലെയാണ് പല പരിപാടികളും നമ്മൾ എന്താ നമ്മൾ ചെയ്യുന്നത്. എന്തെല്ലാം വരിക പിടിക്കുക. പ്രകാശനാണെങ്കിൽ പ്രകാശനം, ഏറ്റുവാകലാണ് ഏറ്റുവാകല, ആശംസയാണ് ആശംസ, അതെല്ലാം നന്ദി പ്രകടനമാണ് അങ്ങനെ. കാരണം അത്ര വേണ്ടപ്പെട്ടവരെയും വിളിച്ചിട്ടുള്ളത്. ചടങ്ങിൽ പ്രസാധകനും എഴുത്തുകാരനുമായ സുനിൽ P. മതിലകം അധ്യക്ഷത വഹിച്ചു. തിരക്കഥാകൃത്ത് PS റഫീഖ്, ഡോക്ടർ MH ഇല്യാസ് ഹുസൈൻ എന്നിവർ സംസാരിച്ചു. NU ഹാഷിം സ്വാഗതവും ബഷീർ ഞാറവീട്ടിൽ നന്ദിയും പറഞ്ഞു. ഇർഷാദ് അലി അവതരിപ്പിച്ച പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന പരിപാടി മികച്ച പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി.